മറ്റൊന്ന് ഈ മാലിന്യത്തെ സംബന്ധിച്ചും കൂടെയാണ്. കൂടുതലുണ്ട്. അല്ല, നിങ്ങൾ പറഞ്ഞ ചൂണ്ടിക്കാണിച്ച രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇതാണ്. അപ്പോൾ കേരളത്തിൽ പാലക്കാട് നഗരസഭ കാലാകാലങ്ങളായിട്ട് വർഷങ്ങളായിട്ട് ഭരിക്കുന്നത് നിങ്ങളാണ്. പിന്നെ മാലിന്യം സംസ്കരിച്ച് കഴിയും അല്ല നായെ ഇല്ലാതാക്കി കളയുന്നല്ല പറയുന്നത്. കൃത്യമായിട്ട് വിഷൻ എങ്ങനെയാണ് നിങ്ങളത് ചെയ്തിട്ടുള്ളത്? ഒരു കാര്യം, ഈ പാലക്കാട് എങ്ങനെയാണ് ചെയ്തതെന്നും കൂടെ പറയണം. പാലക്കാട് എങ്ങനെയാണ് ചെയ്തു വന്നത്? പ്രിയപ്പെട്ട ആ സുഹൃത്തിൻ്റെ ചോദ്യം വളരെ സന്തോഷമുള്ള കാര്യമാണ്. കാരണം പാലക്കാട് നഗരസഭയിലാണ് അമൃത് പദ്ധതിയുടെ ഏറ്റവും നല്ല രീതിയിൽ ആ പദ്ധതി നടപ്പിലാക്കിയതിനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ, ഇവരെല്ലാം കേന്ദ്ര സർക്കാരിനെ പറഞ്ഞുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ അവാർഡ് കിട്ടിയത്, സംസ്ഥാന സർക്കാരിൻ്റെ ഉൾപ്പെടെയുള്ള അവാർഡുകൾ ഈ പറയുന്ന നഗരസഭയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. അവിടെ ഞങ്ങൾ വരുന്നത് കഴിഞ്ഞ 10 വർഷമായിട്ടാണ് ഞങ്ങൾ ഭരിക്കുന്നത്. ഈ 10 വർഷത്തിനിടയിൽ ഞങ്ങൾക്ക് സാധ്യമാകുന്ന, അതായത് സംസ്ഥാന ഭരണമില്ല, അതുപോലെ സംസ്ഥാനത്ത് ഞങ്ങൾ പ്രതിപക്ഷമല്ല, ഒരു കൗൺസിലർക്ക് മാത്രമായിട്ട് കിട്ടുന്ന ബഡ്ജറ്റ് വിഹിതം എത്രയാണെന്ന് താങ്കൾക്കറിയാം. തിരുവനന്തപുരം പോലൊരു മെട്രോ കോർപ്പറേഷനകത്ത് പോലും 80 ലക്ഷം രൂപയാണ് ഒരു വാർഡിന് കിട്ടുന്നത്. അപ്പോൾ എത്രയായിരിക്കും അപ്പുറത്ത് കിട്ടുന്നതിനുള്ള ധാരണ നിങ്ങൾക്കുണ്ട്. അതിനകത്ത് നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന പദ്ധതികളൊക്കെ വളരെ കാര്യക്ഷമമായി നടപ്പിലാക്കിയ നഗരസഭയാണ്, അത് അംഗീകരിക്കപ്പെട്ട നഗരസഭയാണ് ഈ പറയുന്ന പാലക്കാടിൻ്റെ നഗരസഭ. ഒന്ന്, ജൽജീവൻ മിഷൻ 100% നടപ്പിലാക്കിയ നഗരസഭയാണ്. ഇനി അദ്ദേഹം ചോദിച്ച പ്രസക്തമായ 2 ചോദ്യങ്ങൾ. അതിലൊന്ന് മാലിന്യ സംസ്കരണത്തെക്കുറിച്ച്. മാലിന്യ സംസ്കരണം എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് ഒരു മാലിന്യ സംസ്കരണത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഇന്നത്തെ മാലിന്യം എങ്ങനെ സംസ്കരിക്കാം എന്നല്ല ആലോചിക്കേണ്ടത്. ഒരു 15 വർഷത്തിന് ശേഷം എത്ര ടൺ മാലിന്യം ഈ നഗരത്തിലേക്ക് വരാം, ആ നഗരത്തിലേക്ക് വരുന്ന മാലിന്യങ്ങളെ എത്രയും പെട്ടെന്ന് ഈ നഗരത്തിൽ നിന്ന് അതിനെ സംസ്കരിക്കുന്നതിനുള്ള എന്ത് പ്രവർത്തനം തുടങ്ങാം. അത് ഒരു കക്ഷി അല്ലെങ്കിൽ ഒരു പാർട്ടി ഒറ്റയ്ക്ക് വിചാരിച്ചാൽ നടക്കുന്നതല്ല, ഒരു ഭരണം ഒറ്റയ്ക്ക് വിചാരിച്ചല്ല. അതിന് ജനകീയ പങ്കാളിത്തം വേണം. അതിന് ജനങ്ങളെ കൂടി ചേർത്ത് നിർത്തിക്കൊണ്ട് അവരിൽ അവബോധം കൊടുത്തുകൊണ്ട് അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മാതൃക. ഇൻഡോറിൽ അത്തരത്തിൽ വളരെ ക്ലീൻ സിറ്റി ആക്കി ഇൻഡോറിനെ മാറ്റിയതിൽ അത്തരത്തിലുള്ളൊരു മാതൃകയുണ്ട്. ഒരു IAS തലത്തിലുള്ള ഒരാളെ അതിൻ്റെ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ ചെയർമാനാക്കിക്കൊണ്ട് എല്ലാ സമൂഹത്തിൻ്റെ എല്ലാ പരിച്ഛേദങ്ങളുമായി സംസാരിച്ചുകൊണ്ട് അവരുടെയൊക്കെ അഭ്യർത്ഥനകളും അവരുടെയൊക്കെ നിർദ്ദേശങ്ങളും സ്വീകരിച്ചുകൊണ്ട് വളരെ എഫക്റ്റീവായി നടപ്പിലാക്കിയ ഒരു മാലിന്യ സംസ്കരണ പദ്ധതി ഈ പറയുന്ന ഇൻഡോറിൽ BJPക്ക് മാതൃകയായി ഉയർത്തിക്കാട്ടാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അത്തരത്തിൽ ഈ സംസ്ഥാനത്തെയും ഈ തലസ്ഥാനത്തെയും നഗരവാസികളുടെ കൂടി അഭിപ്രായം ഉൾക്കൊണ്ടുകൊണ്ട്, നഗരവാസികളുടെ കൂടി കളക്റ്റീവായിട്ടുള്ള റെസ്പോൺസുകൾ ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ പരിച്ഛേദങ്ങളും, അതിൽ വ്യാപാരി വ്യവസായികൾ, മറ്റ് ഹോട്ടൽ മേഖലയിൽ നിൽക്കുന്നവർ ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും പരിച്ഛേദങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മാസ്റ്റർ പ്ലാൻ 45 ദിവസം, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ 45 ദിവസത്തിനകം ആ മാസ്റ്റർ പ്ലാൻ തിരുവനന്തപുരത്തിന്റെ മുൻപാകെ ആദരണീയനായിട്ടുള്ള പ്രധാനമന്ത്രി നേരിട്ട് വന്ന് അവതരിപ്പിക്കും. ഇതാണ് ഞങ്ങൾക്ക് ജനങ്ങളോട് പറയാനുള്ളത്. ഞങ്ങൾ വളരെ കോൺഫിഡന്റ് ആയിട്ട് പറയുക.